അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. വെച്ച് മറന്നോ? ഇല്ല, ഞാൻ ജോലിയുടെ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. അത് ഞാൻ പറഞ്ഞില്ലേ, 2 മാസം കഴിഞ്ഞ് നിധി എന്നെ കോണ്ടാക്ട് ചെയ്താ മതി. ആ ജോലി അല്ല, ഇവിടെ ആയയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടെന്ന് ഇന്ദിരാമ്മ പറഞ്ഞറിഞ്ഞു. അതെ, ഒഴിവുണ്ട്. കൃത്യമായിട്ട് ആരെയും കിട്ടുന്നില്ല, അതാ പ്രശ്നം. നിധിയുടെ പരിചയത്തിൽ ആ ജോലി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് കൊടുക്കാം. ആ ജോലി എനിക്ക് തരുമോ മാഡം? വാട്ട്? ആയ ജോലിക്ക് നിധിയോ? അതെങ്ങനെ ശരിയാകും? അതിനെന്താ കുഴപ്പം, ഞാൻ ചെയ്തോളാം മാം. നോ, അത് ശരിയാവില്ല. നിധി ഈ സ്കൂളിൽ തന്നെ ടീച്ചറായി ജോലി ചെയ്തിരുന്ന ഒരാളാ. ഒരു ടീച്ചറെ ആയ ജോലിയിലൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാകും? അത് വേണ്ട നിധി. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ മാഡം, എനിക്കിപ്പോ ഒരു ജോലി കൂടിയേ തീരൂ. അതെന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞില്ലേ നിധി, ഞാൻ ഒരു 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ടീച്ചർ പോസ്റ്റിലേക്ക് തന്നെ നിധിയെ ഞാൻ വിളിച്ചോളാം. നിധി ഒരു നല്ല ടീച്ചറാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്ന ഒരു അധ്യാപിക. ആ കഴിവിനെ ഞാൻ വില കുറച്ച് കാണുക എന്നൊക്കെ പറഞ്ഞാൽ നോ, അത് ശരിയാവില്ല നിധി. എങ്ങനെയെങ്കിലും ഒരു 2 മാസം തള്ളി നീക്ക്. ഒരു ഗ്യാപ്പിന് വേറെ ഏതെങ്കിലും ജോലി നോക്കാലോ. ഒഴിവ് വരുമ്പോ ഞാൻ വിളിച്ചോളാം. ഈ ഗ്യാപ്പിനൊരു ജോലി നോക്കാൻ മാഡം ഇപ്പോ പറഞ്ഞില്ലേ, ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നു കരുതിയാ മതി. ടീച്ചർ പോസ്റ്റ് ഒഴിവ് വരുമ്പോ ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. നിധിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതിന്റെ പേരിൽ നിധിയെപ്പോലൊരാൾക്ക് ഇങ്ങനൊരു ജോലി തരാന്ന് പറഞ്ഞാ അതെനിക്ക് തന്നെ വിഷമമാണ് നിധി. പക്ഷേ എനിക്ക് ആ ജോലി ചെയ്യാൻ ഒരു വിഷമവും ഇല്ല മാഡം. ആ ജോലിയും ഒട്ടും ചെറുതൊന്നും അല്ലല്ലോ, അതിനും അതിൻ്റെതായ അന്തസ്സില്ലേ. അത് മാത്രല്ല നിധി, ആ ജോലിക്ക് ശമ്പളം ഒരുപാട് കുറവല്ലേ? ചെറുതാണെങ്കിലും ഒരു വരുമാനം എനിക്ക് വേണം. പ്ലീസ് മാഡം, ഈ ജോലി എനിക്ക് തന്നെ വേണം. മാഡം ഇപ്പൊ വേറൊന്നും ആലോചിക്കണ്ട. എനിക്കൊരു പ്രശ്നമില്ല മാഡം, പ്ലീസ്. എന്നാ ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിധിയുടെ ഇഷ്ടം. ആയ ജോലി കൂടിയേ പറ്റുമെങ്കിൽ ഞാനിനി എതിര് പറയുന്നില്ല. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സർ? അല്ല, എനിക്ക് പ്രധാന സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാറ് ക്യാബിനിലുണ്ട്, കയറി ചെന്നോളൂ. ഏയ്, അത് വേണ്ട, ഒരു പെർമിഷൻ ചോദിച്ചോളൂ. ഗൗതം സാറല്ലേ? കുഴപ്പമില്ല, സാറിനെ എനിക്കറിയാം. അത് വേണ്ട, ഒന്ന് ഫ്രീ ആണോന്ന് നോക്കൂ. എങ്കിൽ സാർ ഇരിക്കൂ, ഞാൻ നോക്കിയിട്ട് വരാം. സാർ, സാറിനെ കാണാനായി ഗൗതം സാർ വന്നിരിക്കുന്നു. ഗൗതമോ? ഏത് ഗൗതം? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ഗൗതം ഗോപിനാഥ് സാർ. എന്നിട്ട് എന്നെ പുറത്ത് നിൽക്കുന്നത്? കേറി വരാൻ പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാണ് സാർ, പെർമിഷൻ ചോദിക്കാൻ ഗൗതം സാറാ പറഞ്ഞത്. താൻ വന്നേ. ഹായ് ഗൗതം. ഹലോ സർ. ഇതെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? വാ, അകത്തേക്ക് വാ. ഗൗതം പ്ലീസ് ഇരിക്കൂ. വാട്ട് എ സർപ്രൈസ്. ഗൗതം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്ന് കണ്ടേനല്ലോ. അല്ല, എന്തു പറ്റി ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനൊരു തോന്നൽ? അത് പിന്നെ എനിക്ക് പ്രതാപ് സാറിന്റെ പക്കൽ നിന്നും ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? ഞാനോ? കളിയാക്കല്ലേ സാറേ. ഇവിടുത്തെ ഇൻഡസ്ട്രിയെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഒരാള് എന്നോട് വന്ന് ഹെൽപ്പ് ചോദിക്കുന്നു. ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാനൊരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യാം, അറിയാലോ.
ബാങ്ക് ലോൺ ആയിരിക്കുമെന്ന്. പുതിയ ബാങ്ക് ആയതുകൊണ്ട് ഒരു ഷുവർട്ടി സിഗ്നേച്ചർ വേണ്ടിവരും. എസ്റ്റാബ്ലിഷ് ആയ ഒരു ബിസിനസ്മാൻ വേണം അത് സൈൻ ചെയ്യേണ്ടതെന്ന് ആ മാനേജർ പറഞ്ഞു. അപ്പോൾ ആദ്യം മനസ്സിൽ വന്ന മുഖം പ്രതാപൻ സാറിൻ്റെ ആയിരുന്നു. ദേ വീണ്ടും കളിയാക്കല്. ഗൗതം സാറിനെ പോലെ ഒരാൾക്ക് ഞാൻ സെക്യൂരിറ്റി നിൽക്കണമെന്നോ? സാർ, ഒരു ബിസിനസ് ആരംഭിക്കുന്നെന്ന് അറിഞ്ഞാൽ തന്നെ അതിന് ലോൺ തരാൻ ബാങ്കുകൾ ക്യൂ നിൽക്കുന്ന കാലമാണിത്. റിയലി ഐ എം കൺഫ്യൂസ്ഡ് ഗൗതം സാർ. ഇതൊരു പ്രാങ്ക് ആണോന്ന് എനിക്കൊരു സംശയം. അയ്യോ അല്ലല്ല, സത്യമായിട്ടും ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാ. സാറിനതൊരു ബുദ്ധിമുട്ടാവുമോ? എന്താ ഗൗതം സാർ ഇത്? ഒന്ന് ഫോൺ ചെയ്ത് ആ ബാങ്ക് വരെ വന്ന് ഒരു ഷുവർട്ടി സിഗ്നേച്ചർ തരണമെന്ന് എന്നോടൊന്ന് പറഞ്ഞാ പോരെ? ഞാൻ വരില്ലേ? ബിസിനസ്സിൽ ഞാനൊന്ന് വീക്കായ അവസ്ഥയിൽ എനിക്കൊരു കൈത്താങ് തന്ന് നിവർത്തി നിർത്തിയത് ഈശ്വരമംഗലം ഗ്രൂപ്പാ. അതെനിക്ക് മറക്കാൻ പറ്റുമോ? പ്രത്യുപകാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. എവിടെ വരണം, എപ്പോ വരണം, എവിടെ സൈൻ ചെയ്യണം, അതൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ റെഡി. ഓ, അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സമയത്ത് സാറിന് എത്തിയാൽ മതി. പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അതിന്റെ ടെൻഷൻ വിട്ടേക്ക്. അല്ല, ഇപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു തിരക്കേറിയ ബിസിനസ്മാന്റെ വിലയേറിയ സമയം എന്റെ ഒരു ചായക്ക് വേണ്ടി ഞാൻ പാഴാക്കുന്നില്ല. എനിവേ, വന്നതിൽ താങ്ക്സ്. താങ്ക് യു സാർ. ഗൗതം വീട് വിട്ട് പോയതിനു പിന്നിൽ എന്റെ എന്തോ കൈയുണ്ടെന്ന് വസുന്ധര ആന്റിക്ക് സംശയം കാണും. എങ്ങനെയെങ്കിലും ആന്റിയുടെ മനസ്സ് മാറ്റി പഴയതുപോലെ എന്റെ പക്ഷത്തേക്ക് തിരിക്കണം. ഒന്നാമത് പ്രണവ് പോലും എനിക്ക് സപ്പോർട്ടല്ല. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം അധോഗതിയാവും. നിധിയെ പുറത്താക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടാതെ പോയതും ഗൗതം കൂടെ ഇറങ്ങിയതുകൊണ്ട് മാത്രം. ആ വിഷമൊന്ന് മാറ്റിയെടുക്കണം.